ഹലോ, ഇന്ന് നമുക്ക് പോച്ചറിന്റെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ കഥ നോക്കിയാലോ. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർക്കായി എപ്പിസോഡിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടേ. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആനയുടെ ജഡം കിടക്കുകയാണ്. അവിടെ മനുഷ്യന്റെ കാൽപ്പാടുകളുമുണ്ട്. അതിനുശേഷം മാല പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ചേരാൻ എത്തുകയാണ് അലൻ. അലനെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്ന വഴി നീലാണെങ്കിലോ എല്ലാ കാര്യവും തുറന്നു പറയുന്നു. റാസിൽ നിന്നും ആനക്കൊമ്പുകൾ വാങ്ങിയ മോറിസ് ആണെങ്കിലും പൂനം വർമ്മയ്ക്കാണ് അത് വിൽക്കുന്നത്. ചൈനയിൽ നിന്നും ഓർഡർ കിട്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇവരുടെ ഇടയിലുള്ള രവി ഡോണിയെ കണ്ടെത്തണമെന്നും നീൽ പറയും. അലനെ നീൽ വീടിനടുത്ത് ഇറക്കിയിട്ട് പോകുമ്പോൾ അലനാണെങ്കിലും വീട്ടിൽ പോകാതെ കൂട്ടുകാരനടുത്ത് പോയി വേഷം മാറിയിട്ട് മറ്റൊരിടത്തേക്ക് പോകും. ആരും അറിയാത്ത രഹസ്യ ഓപ്പറേഷൻ ആണല്ലോ ഇത്. ഭാര്യയോട് പോലും അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ദീനയും ഗ്യാങ്ങും മോറിസ് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകും. അവിടെ വെച്ചാണ് ആനക്കൊമ്പുകൾ ശില്പങ്ങളാക്കി മാറ്റുന്നത്. അവിടെ റെയ്ഡ് ചെയ്ത് നിരവധി ശില്പങ്ങളൊക്കെ കണ്ടെത്തും. മറ്റൊരു വശത്ത് അലന്റെ ഭാര്യയെ കണ്ട കൂട്ടുകാരനാണെങ്കിലോ അലൻ നാട്ടിൽ വന്ന കാര്യം പറയും. അവൾ ഞെട്ടിപ്പോകുന്നു. വീട്ടിൽ വരാത്തത് കൊണ്ടും അവളോടൊന്നും പറയാത്തത് കൊണ്ടും സംശയം തോന്നിയ ഭാര്യ അവനെ വിളിച്ച് തിരക്കുമ്പോൾ തട്ടേക്കാട് പാമ്പിനെ കുറിച്ച് പഠിക്കുവാനുള്ള ഒരു പ്രോജക്റ്റ് കിട്ടി, അതുകൊണ്ട് വന്നതാണ്, കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് വീട്ടിലേക്ക് വരാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അതിനുശേഷം അലൻ മാലയെ കണ്ട് അവൻ കൊണ്ടുവന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവൾക്ക് ഇൻഫർമേഷനൊക്കെ നൽകുന്ന ഹരീഷ് ഫോൺ വിളിച്ചിട്ട് റാസിന്റെ വലങ്കയായ പൊയ്യയ്ക്ക് ഇലഞ്ഞി എന്ന സ്ഥലത്ത് കുറച്ച് ബന്ധുക്കളുണ്ട്, അതുകൊണ്ട് പൊയ്യ ചിലപ്പോൾ അവിടെ കാണും. പൊയ്യയെ പിടികൂടിയാൽ റാസിനെയും പിടിക്കാമെന്ന് പറയും. ഉടനെ തന്നെ മാല അവിടേക്ക് പോകുവാനായും തീരുമാനിക്കും. അവിടെ സസ്പെൻഷനിലായ അവളുടെ ഫ്രണ്ട് വിജയ് ബാബു ഉണ്ട്. അവന്റെ സഹായം തേടാമെന്നും കരുതും. മറ്റൊരു വശത്ത് ദീനയാണെങ്കിൽ പിടിച്ചെടുത്ത സാധനങ്ങളുമായി കിഷോർ കുമാറിനടുത്ത് എത്തുമ്പോൾ മോറിസ് അവൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നറിയും. മോറിസിനെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി. അത് കള്ളമാണെന്ന് അവൾ പറയും. കൂടുതൽ അന്വേഷിക്കട്ടെ എന്നായിരുന്നു കിഷോർ കുമാറിന്റെ മറുപടി. അവൾ പിടിച്ചെടുത്ത ശില്പങ്ങളെല്ലാം അവിടെ വെക്കും. ദീന സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്നും 18 ആനകളല്ല അതിൽ കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാകുന്നു. അന്ന് രാത്രി അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മാല അച്ഛനെ പറ്റി ഓർക്കും. അവളുടെ അച്ഛൻ ഒരു വേട്ടക്കാരനായിരുന്നു. ആനയുൾപ്പെടെ നിരവധി മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. അതിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് മാല ഈ ജോലി ചെയ്യുന്നത് തന്നെ. എന്നാൽ അമ്മയ്ക്ക് തന്റെ ഭർത്താവ് കാട്ടിൽ വെച്ച് മരണപ്പെട്ടതിനാൽ അതുപോലെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയാണ്. വിജയ് ബാബു മാലയെ കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനെ പരിചയപ്പെടുത്തും. ആ നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ച് പൊയ്യയുടെ ബന്ധുവിന്റെ അഡ്രസ്സ് കണ്ടെത്തും. അടുത്ത ദിവസം രാവിലെ തന്നെ അവിടേക്ക് മാലയും കൂട്ടരും പോകും. നേരിട്ട് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റാത്തതിനാൽ മറ്റൊരു വഴി കണ്ടെത്തും. അവിടുത്തെ കോറുകളിലേക്ക് ദിവസക്കൂലിക്ക് ആളിനെ എടുക്കാറുണ്ട്. അങ്ങനെ വിജയ് ആണെങ്കിൽ ആ ഒരു ഓഫറുമായി പൊയ്യയുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകും. പൊയ്യ അവിടെ ഉണ്ടോ എന്നറിയണം. 1000 രൂപ തരാം, കോറുകളിലേക്ക് ആളുകളെ വിട്ടുതരുമോ എന്നാണ് ചോദിച്ചതും. അത് കേട്ട ബന്ധുവാണെങ്കിലോ 1000 രൂപ തരുമോ, എങ്കിൽ വിട്ടുതരാമെന്ന് പറയും. അവരുടെ വീട്ടിലെ ആണുങ്ങളെയാണ് ജോലിക്ക് വേണ്ടത്, വണ്ടി വിട്ടുതരാം എന്നും പറയുന്നു. അങ്ങനെ വണ്ടി റെഡിയാക്കിയപ്പോൾ ആളുകൾ വന്ന് കയറും. പക്ഷേ അതിൽ പൊയ്യയില്ലായിരുന്നു. പൊയ്യ വീട്ടിൽ കാണുമെന്ന് കരുതി ആ ആളുകൾ പോയ ശേഷം വീട് പരിശോധിക്കാൻ ഒരു ടീമിനെ അവിടേക്ക് അയക്കും. ആ വീട് പരിശോധിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ മാത്രമാണുള്ളത്. പൊയ്യ അവിടെ ഇല്ല. അങ്ങനെ പുരുഷന്മാരെയും കൊണ്ടുപോകുന്ന വണ്ടി കുറെ നേരം ചെന്നപ്പോൾ പോലീസ് തടയും. അവരെ ചോദ്യം ചെയ്യപ്പോൾ പൊയ്യ ഒരാഴ്ച മുമ്പ് ഇവിടെ നിന്നിട്ട് പോയി, എവിടേക്കാണ് പോയതെന്ന് അറിയില്ലെന്നും അവർ പറയും. അങ്ങനെ മാല വീണ്ടും ഓഫീസിലേക്ക് തിരികെ വരും. അപ്പോൾ അലനാണെങ്കിലോ ആ വേട്ടക്കാരുടെ കോൾ ഡീറ്റെയിൽസ് വെച്ച് കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അവനത് മാലയോട് പറയും. മോറിസിന്റെയും റാസിന്റെയും ഒക്കെ കോൾ ഡീറ്റെയിൽസ് വെച്ച് 5 ലൊക്കേഷനും കണ്ടെത്തി. ഈ ലൊക്കേഷനുകളിൽ വെച്ചാകാം ചിലപ്പോൾ ആനക്കൊമ്പുകൾ കൈമാറിയിട്ടുണ്ടാവുക എന്ന് അലൻ പറയും. റാസിന് 4 നമ്പറുണ്ട്, അത് 4 സ്വിച്ച് ഓഫ് ആണ്. പിന്നെ അവന്റെ ഫോണിൽ പുതിയൊരു സിം ഇട്ടിട്ടുണ്ട്. അത് പെരിങ്ങയ എന്ന സ്ഥലത്ത് വെച്ചാണ് ഓൺ ആക്കിയിട്ടുള്ളത്. അവിടെ വെച്ചാകാം റാസ് മോറിസിനെ കണ്ടിട്ടുണ്ടാവുക. അവൻ ആ ഓണാക്കിയ നമ്പറിൽ നിന്നും മറ്റൊരു നമ്പറിലേക്ക് സ്ഥിരമായി വിളിക്കുമായിരുന്നു. ആദ്യം കോൾ ചെയ്ത് കട്ടാക്കി 10 മിനിറ്റ് കഴിഞ്ഞാണ് വീണ്ടും കോൾ ചെയ്യുന്നത്. ആ പാറ്റേൺ ആണ് സ്ഥിരം ഫോളോ ചെയ്യുന്നതും. മിക്കവാറും അവന്റെ കാമുകിയാകാം. ചിലപ്പോൾ അവൾ വിവാഹം കഴിഞ്ഞതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആദ്യം മിസ്ഡ് കോൾ ചെയ്ത ശേഷം വിളിക്കുന്നത്. പെരിങ്ങയിൽ റാസിന് ബന്ധുക്കളുണ്ടോ, റാസിന്റെ കാമുകി ആരാണ് എന്നൊക്കെ കണ്ടെത്തുവാനായും തീരുമാനിക്കും. അങ്ങനെ പെരിങ്ങയിൽ അന്വേഷിക്കുവാൻ അവിടെയുള്ള ഒരാളിനെ ഏർപ്പാടാക്കും. അയാൾ വിളിച്ചിട്ട് അവിടെ താമസിക്കുന്നത് റാസിന്റെ പെങ്ങളാണെന്ന് പറയും. കാമുകിയെ കണ്ടെത്താൻ ആ നമ്പർ അലനാണെങ്കിലും അവന്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കും. വിളിക്കുമ്പോൾ ഭാരതി എന്ന സ്ത്രീയാണ് കോൾ എടുത്തതും. ആ നമ്പറിന്റെ ഉടമയ്ക്ക് ലക്കി ഡ്രോയിൽ സമ്മാനം അടിച്ചിട്ടുണ്ട്, അത് വീട്ടിലെത്തണമെങ്കിൽ അഡ്രസ്സ് വേണമെന്നും പറയും. അത് കേട്ട ഉടനെ തന്നെ ഭാരതി അഡ്രസ്സും പറയും. അങ്ങനെ 2 അഡ്രസ്സും കിട്ടി. രാത്രി തന്നെ മോറിസിനെ കൊണ്ടുവന്ന ആനക്കൊമ്പ് റാസിന് കൈമാറ്റം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി.
പിറ്റേ ദിവസം അവരാണെങ്കിലോ അഡ്രസ്സ് കിട്ടിയതിനാൽ അവിടേക്ക് പോകും വഴി റോഡിലൂടെ ആനകൾ കൂട്ടമായി ക്രോസ് ചെയ്യുന്നത് കാണുന്നു. കുട്ടി ആനകളുമുണ്ട്. അത് കണ്ട അലനാണെങ്കിലോ ആനകൾ ഇങ്ങനെ കൂട്ടമായി ജീവിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗി, അതിനെയൊക്കെ നാട്ടിൽ കൊണ്ടുവന്ന് ചങ്ങലയിട്ട് ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതിനേക്കാൾ ഭംഗി കാട്ടിലവ ജീവിക്കുന്നതാണെന്ന് അലൻ പറയും. അതോടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ കഥ അവസാനിക്കുന്നു. എങ്കിൽ നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിന്റെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.